till you ask me for a ride. I asked you if you wanna stay for the night. I wanna lay with you in my bed, below the cover, going out of breath, running far away till nothing's left. In our dreams we drive so far, just you and I. 5.5 സെൻറ്റ് സ്ഥലത്ത് 2460 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്, ഒരു ആർക്കിടെക്ചറൽ വീടാണ്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പൂക്കാട്ടുപടിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ കുഞ്ചാട്ടുകര എന്ന സ്ഥലത്താണ്. മനോഹരമായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് വില്ല. ഏകദേശം ഒരു 40ഓളം വില്ലകൾ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 5.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2460 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം വീട്. ഈ വീടിൻ്റെ ഈ ഭാഗം 2 വശത്തേക്കും എലവേഷൻ വരുന്ന രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇത് വടക്ക് വശമാണ്. അതുപോലെ തന്നെ വീടിൻ്റെ ഫേസിങ് വരുന്നത് കിഴക്ക് വശത്തേക്കാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മോഡേൺ ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആദ്യം ഈ വശത്തെ എലവേഷൻ നമുക്ക് നോക്കാം. അവിടെ ടെറാക്കോട്ട ടൈലുകളുടെ ഒരു ഡിസൈൻ വർക്ക്, ഒരു ടെക്സ്ചർ വർക്കിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അവിടെ ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സിനുള്ളിൽ ഒരു ബാൽക്കണി അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. 2 ഗേറ്റുകൾ ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. ഒരു ഗേറ്റ് ഇവിടെയാണ് വരുന്നത്. ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മതിലുകളെല്ലാം ടെക്സ്ചർ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോർണർ സ്പേസ് ആണ്. ആ കോർണർ സ്പേസിൽ നോക്കിയാൽ അറിയാം, നമുക്കിവിടെ ഒരു ചെറിയ പ്ലാന്റർ ബോക്സ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയാൽ നമുക്ക് ഈ കോർണറിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു ഭാഗം കാണാം. ഒരു കണ്ടംപററി ഡിസൈനിൻ്റെ ഒരു ഭാഗം അവിടെ നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇതാണ് കിഴക്ക് വശം. ഇവിടെയും മതിൽ നൽകിയിട്ടുണ്ട്. മതിലിൽ GI ഷീറ്റ് ഉപയോഗിച്ചുള്ള CNC മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരുന്നതാണെങ്കിൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയാണ്. ഇവിടെ വരുമ്പോൾ മുകൾ ഭാഗത്ത് വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെ ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ജനൽ കൊടുത്തിരിക്കുന്നു. ഈ ഭിത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു വിൻഡോ, ഫ്ലോർ ടു സീലിംഗ് വിൻഡോ അവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത്. വീടിൻ്റെ 2 വശത്തും റോഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം 6 മീറ്റർ വിടുത്തുള്ള പിന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഇതൊരു കോർണർ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടൊരു പ്ലാന്റർ ബോക്സ് കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു പ്ലാന്റർ ബോക്സ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫോൾഡിങ് ഗേറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റിലേക്ക് വരുമ്പോൾ GI ഷീറ്റിൽ CNC മെഷീൻ കട്ട് ചെയ്ത് ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇനി വീടിൻ്റെ അകത്തേക്ക് കോമ്പൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട്, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. വീടിൻ്റെ അകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് വലിയ വിശാലമായിട്ടുള്ള മുറ്റം നൽകിയിട്ടുണ്ട്. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു വാഹനം പാർക്ക് ചെയ്യുക. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടപ്പ കല്ലാണ്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ഗാർഡൻ സ്പേസുകൾ ഈ വീടിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാം ട്രീ പോലത്തുള്ളൊരു ചെടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കലാത്തിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിമൻറ്റ് ടെക്സ്ചർ വർക്ക് വരുന്ന ആ ഭിത്തി ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. അവിടെ എല്ലാം LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കിണറിൻ്റെ പൊസിഷനാണ്. പക്ഷേ കിണറാണെന്ന് മനസ്സിലാവില്ല. അത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ചെറിയ പ്ലാന്റർ ബോക്സ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെയും ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സൈഡിലുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഗേറ്റ് തുറന്നാൽ ഇവിടെയും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 3 വാഹനം നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഫൗണ്ടൻ വരുന്നുണ്ട്. അത് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഫൗണ്ടനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും പറയാം.
മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് വരുന്നത്. നമ്മളെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഈ കാണുന്ന ഫ്ലോർ ടൈലുകളാണ്. മാറ്റ് ഫിനിഷുള്ള ഫ്ലോർ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ലിവിങ് സ്പേസ് വരുന്നത്. വലിയ ജനലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ടഫ് ആൻഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടുള്ള UPVC വിൻഡോസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാൾ പേപ്പറുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം വെന്റിലേഷന് വേണ്ടിയിട്ട് വളരെ വലിയ ജനലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ UPVC വിൻഡോസാണ്. ഇതെല്ലാം നമുക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് TV യൂണിറ്റിൻ്റെ സ്ഥാനം വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. വുഡൻ ഡിസൈനും വൈറ്റ് കളർ ഡിസൈനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും AC നമുക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. മനോഹരമായിട്ടുള്ള രീതിയിൽ സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഇവിടെയായിട്ടാണ് AC സ്ഥാനം വരുന്നത്. കൂടാതെ ഈ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ അറിയാം ഡബിൾ ഹൈറ്റ് നൽകിയിരിക്കുന്നു. ഒരു ഷാൻലിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഷാൻലിയർ ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് ഇനി നമ്മൾ പോകേണ്ടത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. ഒരു സെമി ഗ്ലാസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ആൻറ്റിക് ഡിസൈനുള്ള ഒരു ക്ലോക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ്, ലിവിങ് സ്പേസ് പോലെ തന്നെ വിശാലമായിട്ടുള്ളതാണ് ഡൈനിങ് സ്പേസ്. ഇവിടെ ഒരു ടേബിൾ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഡിസൈൻ പോലെ തന്നെ മനോഹരമായിട്ടുള്ള തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയും. വലിയൊരു മിറർ ഇവിടെ നൽകിയിരിക്കുന്നു. 2 സിലിണ്ടറിക്കൽ ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ക്ലാഡിംഗ് ടൈലുകൾ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നു. ഇവിടെ സോപ്പ് ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടാപ്പും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ടാപ്പ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. താഴെ വാനിറ്റി കൗണ്ടർ വരുന്നുണ്ട്. അതിനടിയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഫോൾ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് മുഴുവനായിട്ട് നമുക്ക് ലൂവർ ഡിസൈൻ പാറ്റേൺ കാണാം. അവിടെ എല്ലാം നമുക്ക് സിലിണ്ടറിക്കൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് മനോഹരമാക്കി. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കിനി പോകേണ്ടത് ഡൈനിങ് സ്പേസിനോട് ചേർന്നുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസിലാണ്. മനോഹരമായിട്ടാണ് ആ കോർട്ട്യാർഡ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഇവിടെ ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. UPVC ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഷിയർ കർട്ടനും ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടനും ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. നമുക്ക് കയറി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇത് കോർട്ട്യാർഡ് സ്പേസാണ്. ഇവിടുത്തെ വുഡൻ ഡിസൈനിലാണ് ടൈലുകൾ നൽകിയിരിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നോക്കിയാൽ അറിയാം മനോഹരമായിട്ടുള്ള ഒരു ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഫൗണ്ടൻ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഇടാനുള്ള പോർഷനാണ്. ഇപ്പോൾ ഗ്ലാസ് ഇട്ടിട്ടില്ല, അത് ഗ്ലാസ് ഇട്ട് നൽകുന്നതാണ്. ഇവിടെ എല്ലാം ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെടികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പ്ലാന്റർ ഒരു ചെടിച്ചട്ടി നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് അവൈലബിൾ ആണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണിത്. നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ സ്പേസിനുള്ള വലിയൊരു സ്ഥലം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് തന്നെ വരാം. കിച്ചൺ കാണാനുണ്ട്. വളരെ അട്രാക്റ്റീവാണ് കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡോറിൽ വരുന്ന ഒരു ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട്. ഗേറ്റിൽ വെച്ചാണ് ക്യാമറയുടെ ഒരു ബോക്സാണിത്. നമുക്കവിടെ ആരെങ്കിലും ഗേറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇതാണ് കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഷാൻലിയർ പോലത്തെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ആ ലൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. മനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷേപ്പിലാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് മോഡേൺ ഡിസൈനിൽ വരുന്ന സിങ്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയാണ് ഹോബ് വരുന്നത്. ഈ ഭാഗം വടക്ക് വശമാണ്. ഈ വടക്ക് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഈ സ്റ്റൗവും അതിൻ്റെ ഹോബും നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഒരു ടോൾ യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളും വരുന്നത് ഈ വാഷ് കൗണ്ടറിൻ്റെ 2 വശങ്ങളിലായിട്ടാണ്. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം ഒന്ന് നോക്കിയേക്കാം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ വുഡൻ ഡോറാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് 2ഉം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടും കട്ടിലും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഹെഡ് ബോർഡായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് ഇവിടെ നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഈ ഭിത്തിയിൽ വരുന്നത്
വാൾ പേപ്പറുകളാണ്. രണ്ട് വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. അതിനെല്ലാം കർട്ടൻസ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തും ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് പോലെ പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ കലാത്തിയ പ്ലാന്റ്സ് ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അത് മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ് വാർഡ്രോബാണ്. റൂമിൻ്റെ സ്ഥലം അപഹരിക്കാതിരിക്കാനായിട്ട് സ്ലൈഡിങ് വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയും കബോർഡുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടെ ഒരുക്കിയിരിക്കുന്നതായി കാണാം. ഇതിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നല്ലൊരു ഫാനും, മുകളിലേക്ക് നോക്കിയാൽ അറിയാം, നല്ലൊരു ഫാനും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാനും അവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമാണ് കാണേണ്ടത്. ബാത്റൂമിലേക്ക് വരുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാത്റൂം നല്ല എലഗൻ്റ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് കയറി വന്നാൽ ഈ ഭാഗത്തായിട്ടാണ് ഷവർ ഏരിയ വരുന്നത്. അത് തിരിക്കാനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അത് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് ടവൽ റാഡ് നൽകിയിരിക്കുന്നതായി കാണാം. ഇവിടെയെല്ലാം നമുക്ക് ഹോട്ട് വാട്ടറുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. എല്ലാ ഫിറ്റിങ്സുകളും ജാഗ്വർ എന്ന കമ്പനിയുടേത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഏകദേശം 10 വർഷം വാറണ്ടിയുള്ള ഐറ്റംസാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡോറും വുഡൻ ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമായി. എല്ലാ ബെഡ്റൂമിലും കോട്ടും കട്ടിലും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഹെഡ് ബോർഡ് സെയിം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭിത്തിയിൽ ഫുള്ളായിട്ട് വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. രണ്ട് വശത്തും ജനലുകൾ കാണാം. അതിൻ്റെ എല്ലാം ബോർഡറുകൾ നമുക്ക് കാണാം. അതെല്ലാം ബോർഡറുകൾ സെറ്റ് ചെയ്ത ജനലുകളാണ്. രണ്ട് സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വിൻഡോ കാണാം. ഇത് ആ കാർ പോർച്ചിൻ്റെ പുറകെയുള്ള വിൻഡോ ആണ്. ഇവിടെയും കട്ടൺ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ആയിട്ടാണ് സ്ലൈഡിങ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അത് നേരത്തെ കണ്ട അതേപോലെയുള്ള വാർഡ്രോബ് തന്നെയാണ്. മുകളിലും താഴെയും സ്റ്റോറേജ് സ്പേസ് വരുന്ന വലിയ വാർഡ്രോബ്. ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ. പക്ഷേ അതിൻ്റെ ടൈലുകൾ വളരെ അട്രാക്റ്റീവാണ്. അത് ടൈലുകൾക്ക് നല്ലൊരു പ്രത്യേകതയുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു മോഡേൺ ലുക്ക് നൽകുന്ന ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഷവർ ഏരിയ ആണ്. ഇവിടെ ക്ലോസറ്റ്, വാൾ ഹാങ്ങിങ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഒക്കെ വരുന്ന ഏരിയ. ഇവിടെ ഒരു ഐലൻഡ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ജാഗ്വാറിൻ്റെതാണ് ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അതിന് മുമ്പ് ഇവിടെ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ നിന്നാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു റോബോ ക്ലീനർ കാണാം. ഒരു ക്ലീനർ, റോബോട്ടിൻ്റെ ഒരു ക്ലീനർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ്, ഇവിടെ വുഡൻ സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലും വുഡിലാണ് വരുന്നത്. ഇവിടെ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം AC പോയിന്റ് കാണാം. AC നൽകിയിട്ടുണ്ട്. ഓൾറെഡി AC ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഈ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്കൊരു ലാൻഡിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വുഡാണ് നൽകിയിരിക്കുന്നത്. ആ വുഡിൻ്റെ ഭംഗി നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലാൻഡിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ്, ഇവിടെ നിൽക്കാവുന്ന രീതിയിൽ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭിത്തിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം വാൾ ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമൊക്കെ LED ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് താഴത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ കോർട്ട്യാർഡ് സ്പേസ് ആണ്. ആ ഫൗണ്ടൻ വരുന്ന ഏരിയ ആണ് അവിടെ വരുന്നത്. ഇവിടുന്ന് ഈ ലാൻഡിങ് സ്പേസിൽ നിന്ന് നേരെ മുകളിലേക്ക് വരാം. മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, ഈ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വീടിൻ്റെ അകത്ത് ചൂട് വളരെയധികം കുറവായിരിക്കും. ഇവിടെ ഷാൻലിയർ കൊടുത്തിരിക്കുന്നതായി കാണാം. ഒരു ചെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ വരുന്നുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു പാത്ത് വേ പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു പോർഷനാണ്. ഈ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം. നമുക്ക് ബെഡ്റൂം നോക്കാം.
അതിന് മുമ്പ് ഇതിൻ്റെ ഫോൾ സീലിംഗ് വർക്ക് നമ്മൾ കണ്ടില്ല. ഫോൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഷാൻഡിലിയർ കാണാം. ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ബെഡ്റൂമാണ്. വലിയ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. വലിയൊരു ടി വി, ഇവിടെ ഹോം തിയേറ്റർ കം ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 2 റിക്ലൈനറുകൾ കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു ടി വി, ഇത് എത്ര ഇഞ്ചിൻ്റെ ടി വി ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ വലിയൊരു ടി വി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. താഴെയും മുകളിലുമൊക്കെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫാൻ, വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഫിക്സഡ് ഗ്ലാസ് ആണ്, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല ലൈറ്റ്, ഈ കർട്ടൻ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഷിയർ കർട്ടനും ബ്ലാക്ക് ഔട്ട് കർട്ടനും നമുക്ക് കാണാം. ഈ 2 കർട്ടനും ഓപ്പൺ ചെയ്തിട്ട് നല്ല ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. ഇതാണ് കോട്ട്. മനോഹരമായിട്ടുള്ളൊരു കോട്ട് തന്നെ, ഒരു യെല്ലോ കളറിലെ ഫിനിഷിങ്ങിൽ വരുന്ന, അതിൻ്റെ ഹെഡ് ബോർഡും എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഒരു കോട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ആ ഭിത്തിയിലായിട്ട് വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയും വലിയ ഒരു AC നൽകിയിരിക്കുന്നു. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. വാർഡ്രോബിനോട് ചേർന്ന് നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണാം. ഇവിടെയും കർട്ടൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് വാർഡ്രോബ് തന്നെയാണ് ഇവിടെ എന്താണെന്നിരിക്കുന്നത്. ആ വാർഡ്രോബിൻ്റെ ആ സ്ലൈഡർ പോലും നല്ല ക്വാളിറ്റികളുള്ളതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ആ സ്ലൈഡിങ് കണ്ടാൽ തന്നെ അറിയാം, ഏറ്റവും മികച്ച ക്വാളിറ്റികൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ്, നമുക്കൊരു ബേ വിൻഡോ കൺസെപ്റ്റാണ്. വീടിൻ്റെ അകത്തേക്ക് പ്രോജക്റ്റ് ചെയ്തൊക്കെ ഇത് തുറക്കാൻ പറ്റുന്ന ജനലാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ തുറക്കാവുന്ന രീതിയിലുള്ള ഒരു പോർഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ ഒരു ഭാഗം വരുന്നത് ഇവിടെയാണ്. ഇത് അകത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാത്റൂം തന്നെയാണ്. ഇവിടെ വലിയൊരു, നോക്കിയാൽ അറിയാം, ബാത്റൂം അകത്താണ് കൊടുത്തിരിക്കുന്നത്. ആ ബാത്റൂം പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. അവിടെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബാത്ത് ടബ് കൊടുത്തിരിക്കുന്നതാണ്. ഒരു യെല്ലോ കളർ തീമിലാണ് ഈ ബെഡ്റൂം ടോട്ടലി ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഫ്ലോർ ടൈലുകൾ നമുക്ക് കാണുമ്പോൾ അറിയാം. ഇവിടെ ഒരു ബാത്ത് ടബ് ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, ഇവിടെ വാട്ടർ ഹീറ്റർ, ഇവിടെ വലിയൊരു ബാത്ത് ടബ്. ഇത് 2 പാർട്ടീഷൻ വാൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ്. അതുപോലെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെ നമുക്ക് ഒരു ഹെയർ ഡ്രയർ ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഒരു മിറർ, ഒരു ഐലൻഡ് വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഇനി പോകുന്നത് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും കോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഒരു ബെഡ്റൂം മാത്രമാണ് കുറച്ചുകൂടി ഒരു റിക്ലൈനർ സീറ്റൊക്കെ കൊടുത്ത്, ഒരു TV യൂണിറ്റ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ ബെഡ്റൂമിലും ഇതേ ഐറ്റംസ് തന്നെയാണ് വരുന്നത്. ഒരു ബെഡ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ വാർഡ്രോബ്, മുകളിലും താഴെയും വരുന്ന ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ, ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഭാഗം നമുക്ക് കാണാം. ഇവിടെയും ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കാണുന്നത് ബാൽക്കണിയാണ്. ഇവിടെ മിറർ, ഒരു കർട്ടൻസ് എല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂം കൂടി നമുക്ക് കാണാനുണ്ട്. ഈ സൈഡ് ടേബിളെല്ലാം ഈ ബെഡിന് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബാത്റൂം. മറ്റേ ബാത്റൂം പോലെ തന്നെ മറ്റേ വലിപ്പമുള്ളതാണെങ്കിൽ ഇത് നീളം കുറച്ച് കൂടുതലുള്ള ഒരു ബാത്റൂമാണ്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ഐലൻഡ് ടൈപ്പിൽ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് വരുന്ന ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയും വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിരിക്കുന്നതായി കാണാം. ഗ്ലാസ് പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയും നിർമ്മിച്ച ഒരു ബാത്റൂം തന്നെയാണ് ഇത്. ഇനി ബാൽക്കണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ, ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നല്ലൊരു ബാൽക്കണി. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന വുഡൻ ഫിനിഷിൽ വരുന്ന ടൈലുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ധാരാളം ചെടികൾ
നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഊഞ്ഞാൽ, ഹാങ്ങിങ് ഊഞ്ഞാൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്പേസാണ്. ഇവിടെ നമുക്ക് സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കാണാം. ഇനി മുകളിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വരുന്നത് ഈ വിശാലമായിട്ടുള്ള ഒരു ടെറസിലേക്കാണ്. ഇവിടെ നമുക്കൊരു വേസ്റ്റ് കത്തിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഇൻസിഗ്നേറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള വേസ്റ്റുകളെല്ലാം ഇവിടെ കത്തിക്കാം. ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് താഴെ വേറൊരു സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു ടെറസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ ടാങ്ക് കാണാം. വൈറ്റ് കളറുള്ള വാട്ടർ ടാങ്ക് ആണ് നൽകിയിരിക്കുന്നത്. അത് സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിനാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് ക്ലോത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പോർഷൻ നൽകിയിട്ടുണ്ട്. അവിടെ വാട്ടർ ടാപ്പ് നൽകിയിരിക്കുന്നു. ഇത് ഫുള്ളി കവേർഡായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിവിടെ അഴ കെട്ടുന്നതിനുള്ള ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതായിക്കാണ്. ഇവിടെ അതിൻ്റെ ഹുക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീട് തന്നെയാണിത്. താഴെ ഫ്ലോർ ടൈലുകൾ വുഡൻ ഫിനിഷിൽ വരുന്നത് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് വീടിൻ്റെ പുറത്തുനിന്ന് 5.5 സെൻറ്റ് സ്ഥലത്ത് 2460 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട് വരുന്നത് നേരത്തെ പറഞ്ഞതാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായിട്ട് കുഞ്ചാട്ടുകര എന്ന സ്ഥലത്താണ്. ഒരു മനോഹരമായിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. ഏകദേശം ഒരു 30ഓളം വില്ലകൾ ഇവിടെ വരുന്നുണ്ട്. വീടിൻ്റെ എലവേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. മോഡേൺ ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ്. ബസ് റൂട്ടിലേക്ക് ഒരു 400 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് വീട് വരുന്നത്. ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത്. 1,55 ലക്ഷം രൂപയാണ് വീടിന് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.